പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജ്യോതി ബാബുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ആർ അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ മെഡിക്കൽ റിപ്പോർട്ടിനനുസരിച്ച് കോടതിയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ദാതാവിനെ കണ്ടെത്തിയോ എന്ന്. അങ്ങനെയാണെങ്കിൽ അത് ജാമ്യം കിട്ടും എന്നുള്ള രീതിയിലാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? സ്മിത, പ്രവിത, ഗുഡ് മോർണിംഗ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതി ജ്യോതി ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഘട്ടത്തിലായിരുന്നു സംസ്ഥാനത്തിനോട് ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാനായി സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. നൽകിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം വൃക്ക മാറ്റിവെക്കൽ ആവശ്യമാണ്, അതുവരെ ഡയാലിസിസ് തുടരേണ്ടി വരും എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ചോദിച്ചത് താങ്കൾക്ക് ദാതാവിനെ ലഭിച്ചോ, വൃക്ക മാറ്റിവെക്കാൻ ദാതാവിനെ ലഭിച്ചോ എന്നായിരുന്നു. പക്ഷേ അത് കണ്ടെത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ജ്യോതി ബാബു അറിയിച്ചത്. അപ്പോൾ അതായത് ദാതാവിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ജാമ്യം നൽകുന്ന ആ ഒരു നടപടിയിലേക്ക് കോടതി കടന്നില്ല, മറിച്ച് മറ്റു പല കാര്യങ്ങൾ തേടുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് തൻ്റെ ആരോഗ്യ അവസ്ഥ വളരെ മോശമാണ് എന്ന് കോടതിയോട് പറയുകയുണ്ടായി. അപ്പോൾ കോടതി തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പറഞ്ഞത് ഇതിൽ ആരോഗ്യനിലയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയുമുണ്ടായി. എന്നാലും ഈ ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ ജാമ്യം നൽകേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് കോടതി ഇന്ന് പരിശോധിക്കുക. എന്തായാലും കഴിഞ്ഞ തവണ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും ദീർഘമായ വാദങ്ങളിലേക്കൊന്നും കടന്നില്ല. പക്ഷേ ഇന്നെന്തായാലും ഇത് പരിഗണിച്ച് എന്താണ് ഇതിൽ സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നതാണ് ഇനി നിർണായകം. ഇതിൽ ജ്യോതി ബാബുവിന് ജാമ്യം നൽകുമോ അതോ ജാമ്യം നിഷേധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.